നമ്മളെല്ലാവരും ഈ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പണ്ട് കാലം മുതലേ ഈ കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ബാധിക്കാം. ഏറ്റവും കൂടുതൽ കുട്ടികളെയൊക്കെയാണ് സാധാരണ ബാധിക്കാറുള്ളത്. പിന്നെ വലിയ ആളുകളെയൊക്കെ ബാധിക്കണ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം. അപ്പോൾ അത് നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള അനർത്ഥങ്ങളും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും, പൊതുവെ ഒരു മന്ദത, മാന്ദ്യം ആയിരിക്കും പൊതുവെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഈ ഇത് ഏറ്റിട്ടുണ്ടെങ്കിൽ, ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടി പല പൊടിക്കൈകളും പ്രതിവിധികളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പണ്ട് കാലത്ത് ഇത് കടുകൊക്കെ ഒഴിഞ്ഞ് എള്ളിലേക്ക് എറിഞ്ഞ് കളയുക, അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലമില്ല എന്നല്ല പറയുന്നത്. അതിലൊക്കെ ഉത്തമമായിട്ടുള്ളൊരു മാർഗമാണ് ഇന്ന് ഇവിടെ പറയാൻ പോണത്. അതായത് നല്ലൊരു ഓട്ടുവിളക്ക് തേച്ച് കഴുകിയെടുക്കുക. അതിൽ നെയ്യ് നിറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ ഇച്ചിരി കട്ടി കൂട്ടി തിരിയിട്ട് കത്തിച്ച് ഒരു പാത്രം, പ്ലേറ്റോ അതുപോലെയുള്ള ബൗളായിട്ടുള്ള ആകൃതിയിലുള്ള ഇതോ എന്തെങ്കിലും അതിൻ്റെ മേളിലായിട്ട് ഈ തിരിയിൽ നിന്നുള്ള പുക അടിക്കത്തക്ക വിധത്തിൽ, പറ്റി പിടിക്കത്തക്ക വിധത്തിൽ വെച്ച് കത്തിച്ച് വെച്ചേക്കുക. ആ നെയ്യ് തീരുന്നത് വരെ അങ്ങനെ വിളക്ക് അവിടെ വെച്ചേക്കുക. നെയ്യ് തീർന്ന് കഴിയുമ്പോൾ വിളക്കൊക്കെ കെട്ട് കഴിയുമ്പം കരിന്തിരി കത്താതെ നോക്കണം. അതിനു മുമ്പ് നമുക്ക് അത് കെടുത്തണം. അതിനുശേഷം ആ പറ്റി പിടിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചുരണ്ടി എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു കൺമഷി പോലെയുള്ളൊരു മഷി കിട്ടും. അപ്പം ഇതിൻ്റെ കൂടെ ഇത് സൂക്ഷിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ചേർക്കാനായിട്ട് ഒരു സാധനം കൂടെ വേണം. അത് നമ്മൾ നേരത്തെ ഉണക്കി തയ്യാറാക്കി പൊടിച്ച് വെച്ചിരിക്കണം. അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അതിനകത്ത് ചേർക്കേണ്ട മൂലിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കൂറ്റി. ഈ മുക്കൂറ്റിയുടെ വേര് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഈ വെയിലത്തിട്ട് ഉണക്കിയെടുക്കേണ്ടത് വെളുത്തവാവ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലായിരിക്കണം. അതായത് കൃഷ്ണപക്ഷം, ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും ഉണ്ട്, 2 പക്ഷങ്ങളാണുള്ളത് ഈ ഒരു മാസത്തിൽ. അപ്പോൾ വെളുത്തവാവ് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ആ ദിവസങ്ങളിലുള്ള വെയിൽ കൊള്ളിച്ച് നല്ലപോലെ ഉണക്കിയെടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് ചെറിയ പാത്രത്തിലിട്ട് ചൂടാക്കി കരിച്ച് ഇതാക്കിയതിന് ശേഷം ഒന്ന് പൊടിക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്ത്, നല്ല തരി ഇല്ലാതെ പൊടിച്ചെടുത്ത് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷിയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്പം ഒരു മയം ഈ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് അതിനകത്തേക്ക് ചേർത്ത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ആക്കി സൂക്ഷിക്കുക. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നുകിൽ നെറ്റിയിൽ ഇത് തൊടാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ കൈകളുടെ പുറകുവശത്ത് മുട്ടിൻ്റെ ഭാഗത്ത് ഒരു വളരെ ചെറിയ അളവിലൊന്ന് ടച്ച് ചെയ്തിരുന്നാൽ മതി. ചെറിയ അളവിൽ ടച്ച് ചെയ്തിടുക. അല്ലെങ്കിൽ നമ്മുടെ കാൽപാദങ്ങളുടെ അടിയിൽ വളരെ ചെറുതായിട്ട് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ഇതുകൊണ്ടൊന്ന് പതുക്കെ ടച്ച് ചെയ്തതിന് ശേഷം ചെറിയ ഒരു സ്പോട്ട് വീടാൽ മതി. ഒരു പൊട്ടിൻ്റെ ആകൃതിയിൽ ഒരു ചെറുതായിട്ട്. അങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. നെറ്റിയിൽ തൊടാൻ സൗകര്യമുള്ളവർ അങ്ങനെ തൊട്ടാലും മതി. അപ്പം നമുക്ക് ഇതിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന പണ്ട് കാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഈ ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്നും വളരെയധികം നമുക്ക് മോചനം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള യാതൊരു ബാഹ്യമായ യാതൊരു ശക്തികളും നമ്മളിലേക്ക് പ്രവേശിക്കുകയില്ല എന്നുള്ള ഒരു വസ്തുത ഇതിനകത്തുണ്ട്. ഇതെല്ലാം പറയുന്നത് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് നിലവിൽ പലതും ലഭ്യമാണെങ്കിൽ കൂടി പുരാതനമായ താളിയോലകളിൽ നിന്നെടുത്തിട്ടുള്ള വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് ഇനിയും ഈ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കണമെന്നുണ്ട് ഈ ചാനൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്.